Hello everyone. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എംകോം സെക്കൻഡ് സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ബിസിനസ് ആൻഡ് സൈബർ ലോസ് എന്ന പേപ്പറിലെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന യൂണിറ്റ് സെക്കൻഡ് ബ്ലോക്കിൽ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രീവിയസ് യൂണിറ്റ്സിലായിട്ട് നമ്മൾ ഈ ബിസിനസ്സും ഇ കൊമേഴ്സും ഇ മാർക്കറ്റിംഗും ഇ ടെയിലിങ്ങും അതുപോലെ CRM, ERP ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി വരുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. സോ SCM എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിലെ റോ മെറ്റീരിയൽസിന്റെ പ്രൊക്യൂർമെന്റ് തൊട്ട് അറ്റ് ദി എൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള റോ മെറ്റീരിയൽസിന്റെയും ഗുഡ്സിന്റെയും സർവീസസിന്റെ ഒക്കെ എല്ലാ തരം ഫ്ലോസിനെയും മാനേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ സിസ്റ്റത്തിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ കീ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഡെവലപ്മെന്റ്, സോഴ്സിംഗ്, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് റിട്ടേൺസ് ഒക്കെയാണ്. Then supply chain manager focuses on reducing cost, preventing shortage and ensuring efficiency. So ഇത്തരത്തിൽ നമ്മൾ ബിസിനസിന്റെ എല്ലാ ഗുഡ്സിന്റെയും റോ മെറ്റീരിയൽസിന്റെ ഒക്കെ ഫ്ലോസിനെ മാനേജ് ചെയ്യുന്നതിലൂടെ കാര്യമായിട്ടും ഒരു സപ്ലൈ ചെയിൻ മാനേജർ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന്റെ എയിം ഫോക്കസ് എന്ന് പറയുന്നത് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ ഷോർട്ടേജസ് ഒക്കെ പ്രിവെന്റ് ചെയ്യാനും എൻഷുർ എഫിഷ്യൻസി, പ്രൊഡക്ഷൻ എഫിഷ്യൻസിയും ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ ബിസിനസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് നിലവിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഓരോ ബിസിനസ്സും അഡാപ്റ്റ് ചെയ്യുന്നത്. ഇനി റീസൺസ് ഫോർ അഡോപ്റ്റിംഗ് SCM ഇൻ ബിസിനസ്. സോ എന്തൊക്കെയാണ് റീസൺസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഇന്റർ കണക്റ്റഡ് സപ്ലൈ ചെയിൻ എന്നുള്ളതാണ്. അതായത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും നമ്മുടെ ബിസിനസിന്റെ പ്രൊഡ്യൂസേഴ്സും മാനുഫാക്ചറേഴ്സും സപ്ലയേഴ്സും റീറ്റെയിലേഴ്സും കൺസ്യൂമേഴ്സും അടങ്ങുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും മസ്റ്റ് കോർഡിനേറ്റ് ടു മൂവ് പ്രൊഡക്റ്റ് സ്മൂത്ത്ലി അക്രോസ് സ്റ്റേജസ്. ഓരോ സ്റ്റേജിലും ആ ഒരു മൂവിൽ ഈ ഒരു കോർഡിനേഷൻ വരുന്നുണ്ട്. SCM എൻഹാൻസസ് ഗ്രോത്ത്, പാർട്ട്ണർഷിപ്പ്, ഔട്ട്സോഴ്സിംഗ് ആൻഡ് ഗ്ലോബൽ ബ്രാൻഡ് എക്സ്പാൻഷൻ. ദെൻ രണ്ടാമത്തെ റീസൺ പറയുന്നത് ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക്സ് ആണ്. സോ ഇങ്ങനെ ഒരു അക്രോസ് റീജിയൻസ് കൊളാബറേറ്റ് ചെയ്യുന്നതിലൂടെ ഇറ്റ് എൻഷുർ എഫിഷ്യന്റ് ഇൻവെന്ററി മാനേജ്മെന്റ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ബെറ്റർ ബിസിനസ് പ്രോസ്പെക്ട്സ് ആണ്. അതുപോലെ സീംലെസ് മൂവ്മെന്റ്, ലോവർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ലോവർ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻവെന്ററി ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിലൂടെ ടൈംലി സപ്പോർട്ട് ഓഫ് പാർട്സ് ആൻഡ് റെഡ്യൂസ്ഡ് വേസ്റ്റേജ്, മിനിമൈസ് എക്സ്പെൻസസ് വൈൽ ഇംപ്രൂവിംഗ് ഫിനാൻഷ്യൽ എഫിഷ്യൻസി ഒക്കെ വഴി നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇംപ്രൂവ് വർക്ക് ഫോഴ്സ് എഫിഷ്യൻസി, പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ, അതായത് ഡാറ്റ അനാലിസിസ്, ഹെൽപ്പ് ഫോർകാസ്റ്റ് ഷോർട്ടേജസ് ബിഫോർ കസ്റ്റമേഴ്സ് ഫേസ് ഡിസാറ്റിസ്ഫാക്ഷൻ. സോ നമുക്ക് ഡിമാൻഡ് വരുന്ന സമയത്ത് ഷോർട്ടേജ്, നമ്മുടെ പ്രൊഡക്റ്റിന് ഷോർട്ടേജ് ഒക്കെ വന്ന് കസ്റ്റമേഴ്സിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാതെ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാം, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഡിമാൻഡ് ഒക്കെ ഫോർകാസ്റ്റ് ചെയ്തിട്ട് സ്റ്റോക്ക് ഒക്കെ ഉറപ്പ് വരുത്തുന്നത് വഴി നമുക്ക് പ്രോബ്ലം ഐഡന്റിഫിക്കേഷനും അതിന്റെ റെസൊല്യൂഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ദെൻ ഡൈനാമിക് പ്രൈസിംഗ് ഓൾസോ എ റീസൺ. ഡൈനാമിക് പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ അനലിറ്റിക്കൽ ടൂൾസ് എനാബിൾ ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗ്, റെഡ്യൂസിംഗ് waste of seasonal or perishable products and improving margins. ഇതൊക്കെയാണ് ഒരു ബിസിനസ്സിലെ SCM അഡോപ്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺസ്. ഇനി വരുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ കോമ്പണൻസ് ആണ്. കാര്യമായിട്ടും 5 കോമ്പണൻസ് ആണ് പറയുന്നത്. പ്ലാനിങ്, സോഴ്സിംഗ്, മാനുഫാക്ചറിങ്, ഡെലിവറിങ് ആൻഡ് റിട്ടേണിങ്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പ്ലാൻ ചെയ്യുക, നമ്മൾ ഫോർകാസ്റ്റിംഗ് ആണ്. എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ് സിസ്റ്റംസ് ഒക്കെ ത്രൂ മാനുഫാക്ചറിങ് ആൻഡ് കസ്റ്റമർ ഡിമാൻഡ്സ് ഒക്കെ ആയിട്ട്, മാനുഫാക്ചറിങ്ങും കസ്റ്റമർ ഡിമാൻഡ്സ് ഒക്കെ ആയിട്ട് നമ്മൾ സപ്ലൈ മാച്ച് ചെയ്യുന്ന, ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ സോഴ്സിംഗ് എന്ന് പറയുമ്പോൾ building strong vendor relationship to ensure quality raw materials, fair pricing, reliability and timely delivery, especially important for perishable goods. Sourcing എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വെൻഡർ റിലേഷൻഷിപ്പ് വേണം. നമുക്ക് ആവശ്യമായ സമയത്ത് ആവശ്യമായ അളവിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള റോ മെറ്റീരിയൽസ്, നമുക്ക് വേണ്ടിയിട്ടുള്ള പാർട്സ് ആൻഡ് പാർട്ടിക്കിൾസ് ഒക്കെ തരാൻ പാകത്തിന് നമുക്ക് വെൻഡേഴ്സ് വേണം. സോ ഈ ഒരു വെൻഡർ റിലേഷൻഷിപ്പാണ് ഇവിടെ പറയുന്നത്. ദെൻ മാനുഫാക്ചറിങ് പറയുന്നുണ്ട്, ഡെലിവറിങ് പറയുന്നുണ്ട്. ഡെലിവറിങ് അറിയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടിംഗ് പ്രോഡക്ട്സ് ടു കസ്റ്റമേഴ്സ് ത്രൂ റിലയബിൾ ലോജിസ്റ്റിക്സ് ആൻഡ് ഡൈവേഴ്സ് ട്രാൻസ്പോർട്ട് മെത്തേഡ്സ് വിച്ച് ഓൾസോ ഷേപ്പ് ബ്രാൻഡ് ഇമേജ്. കസ്റ്റമേഴ്സിലേക്ക് അവർ ആവശ്യപ്പെട്ട നമ്മുടെ പ്രൊഡക്റ്റ് എത്തിക്കുന്നത് വേരിയസ് മെത്തേഡ്സിലൂടെ, ട്രാൻസ്പോർട്ടേഷൻ ഏതാണോ, ബൈ റോഡാണോ, ബൈ ട്രെയിൻ ആണോ, ബൈ എയർ ആണോ, അല്ലെങ്കിൽ വാട്ടർ ത്രൂ ആണോ എന്നൊക്കെ ഉള്ളത് അതൊക്കെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഡെലിവറി ഉറപ്പുവരുത്തുന്നത്. ദെൻ മറ്റൊരു
കോമ്പണന്റ് പറയുന്നത് റിട്ടേണിംഗ് ആണ്. മാനേജിങ് റിവേഴ്സ് ലോജിസ്റ്റിക്സ്. സോ റോ മെറ്റീരിയൽ നമ്മൾ വാങ്ങുന്നു, പ്രൊഡക്ഷനും മാനുഫാക്ചറിങ് കഴിഞ്ഞ് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നു. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് റിവേഴ്സ് ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ റിട്ടേൺ വരുമ്പോൾ, ഇൻക്ലൂഡിങ് റീഫണ്ട്സ് ആവാം, റീകോൾസ് ആവാം, ഒരു ഡിസാറ്റിസ്ഫൈഡ് കസ്റ്റമർ റിട്ടേൺസ് ഒക്കെ ആകുമ്പോൾ അവിടെ ഒരു എൻഷുർ സ്മൂത്ത് റെസൊല്യൂഷൻ, റിട്ടേൺസ് വരുന്ന സമയത്തും ഒരു സ്മൂത്ത് റെസൊല്യൂഷനൊക്കെ സാധ്യമാക്കുക എന്നുള്ളതാണ് റിട്ടേൺസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്താണെന്നും അത് ബിസിനസ്സിൽ അഡാപ്റ്റ് ചെയ്യാനുള്ള റീസൺസും അതിന്റെ കോമ്പണൻസും പറഞ്ഞു. ഇനി ടൈപ്സ് ഓഫ് സപ്ലൈ ചെയിൻ മോഡൽസ് ആണ് പറയുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എല്ലാ കമ്പനീസിനും ഒരുപോലെ ആയിരിക്കില്ല. ഈച്ച് കമ്പനീസ് SCM പ്രോസസ് ഈസ് ഷേപ്ഡ് ബൈ ഇറ്റ്സ് ഓൺ സെറ്റ് ഓഫ് ഗോൾസ്, കൺസ്ട്രെയിൻസ് ആൻഡ് സ്ട്രെങ്ത്. ഓരോ ബിസിനസ്സിനും അതിന്റെ സ്ട്രെങ്ത്തും ഗോളും എയിമും ഫോക്കസും അതിന്റെ എന്താണ് അതിലുള്ള പ്രൊഡക്ട്സ് എന്താന്നൊക്കെ ബേസ് ചെയ്തുകൊണ്ട് പല സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പ്രോസസ്സ് അല്ലെങ്കിൽ രീതികളായിരിക്കാം ഓരോ ബിസിനസ്സിനെന്ന് പറയുന്നുണ്ട്. കാര്യമായിട്ടും കണ്ടിന്യൂസ് ഫ്ലോ മോഡലും അജൈൽ മോഡലും ആണ് ഇവിടെ പറയുന്നത്. കണ്ടിന്യൂസ് ഫ്ലോ ഇത്ര മാത്രമല്ല കേട്ടോ. കണ്ടിന്യൂസ് ഫ്ലോ മോഡലും അജൈൽ മോഡലും ഫാസ്റ്റ് മോഡലും ഫ്ലെക്സിബിൾ മോഡലും എഫിഷ്യന്റ് മോഡലും കസ്റ്റം മോഡലും ഈ 6 മോഡൽസിന് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ വരുന്നത് കണ്ടിന്യൂസ് ഫ്ലോ മോഡലാണ്. കണ്ടിന്യൂസ് ഫ്ലോ മോഡൽ എന്ന് പറയുമ്പോൾ റെഗുലർ അല്ലെങ്കിൽ സെയിം ഐറ്റം മാനുഫാക്ചർ ചെയ്യുന്ന ബിസിനസ്സിനാണ് ഇത് കൂടുതലായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് സെൻറ്റേർഡ് ഓൺ എഫിഷ്യൻസി. കണ്ടിന്യൂസ് മോഡൽ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന എഫിഷ്യൻസിയിലാണ്. ഇറ്റ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ഇൻ ഹൈ ട്രാഫിക് എൻവയോൺമെന്റ്. സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ട്രഡീഷണൽ മോഡലാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ മാനുഫാക്ചറേഴ്സ് ഹു പ്രൊഡ്യൂസ് ദ സെയിം പ്രോഡക്റ്റ് on a regular basis with a little design variation or change. ഇത് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഹോമോജനസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന റെഗുലർ ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിനാണ് ഈ ഒരു കണ്ടിന്യൂസ് ഫ്ലോ മോഡൽ ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഏറ്റവും ആപ്റ്റ് ആയിട്ട് വരിക. സെക്കൻഡ് വരുന്നത് അജൈൽ മോഡലാണ്. അത് സ്പെഷ്യാലിറ്റി ഐറ്റം മാനുഫാക്ചറേഴ്സിന് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കാം. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഫൈൻ ട്യൂൺഡ് ഫോർ സ്മോൾ ബാച്ച് ഓഫ് പ്രൊഡക്ട്സ് ഒരു സ്മോൾ ബാച്ചിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന തരം പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ അത്തരം ബിസിനസ്സിനാണ്. ഇറ്റ് നെസസിറ്റേറ്റ്സ് ലെസ് ഓട്ടോമേഷൻ ആൻഡ് മോർ നോളജ് ആൻഡ് ഇവിടെ ഇറ്റ്സ് ടു ചാർജ് ഹയർ പ്രൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. കാര്യമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഡിമാൻഡ് ദാറ്റ് ഈസ് ഇറഗുലർ, അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഡിമാൻഡ് ഉള്ള ഇറാറ്റിക് ഡിമാൻഡ് ഉള്ള പ്രൊഡക്ട്സിനെയാണ്, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ദാറ്റ് ഓർഡേർഡ് ബൈ കസ്റ്റമേഴ്സ്, അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷനും കസ്റ്റമൈസേഷനും ഒക്കെ വരുന്ന പ്രൊഡക്ട്സിനെയാണ് ഈ ഒരു അജൈൽ മോഡൽ കാര്യമായിട്ടും പറയുന്നത്. ഓക്കെ, ആൻഡ് ഇതിനൊരു പാറ്റേണിൽ ഫോളോ ചെയ്യാത്ത തരം പ്രൊഡക്ഷൻ ആയിരിക്കാം ഈ പ്രൊഡക്ട്സിന് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഹാർഡ് ടു ഫോർകാസ്റ്റ്. എക്സാമ്പിൾ നമ്മളിപ്പോൾ പെട്ടെന്നൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോവിഡ് പെട്ടെന്ന് വന്നപ്പോൾ പെട്ടെന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു ഡിമാൻഡ് ഉണ്ട് സാനിറ്റൈസേഴ്സിനും മാസ്കിനൊക്കെ വേണ്ടിയിട്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അജൈൽ മോഡലിൻ്റെ ഒരു ഭാഗമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഏതായാലും സ്പെഷ്യാലിറ്റി ഐറ്റം മാനുഫാക്ചറേഴ്സിനാണ് ഇത് കൂടുതലും ഹെൽപ്ഫുൾ ആയിട്ട് വരിക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഫാസ്റ്റ് മോഡലാണ്. ഈ ഒരു ഫാസ്റ്റ് ചെയിൻ മോഡൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡീൽ ഐഡിയൽ ഫോർ മാനുഫാക്ചറേഴ്സ് ഹു ഫ്രീക്വൻലി ചേഞ്ച് ദെയർ പ്രൊഡക്റ്റ് ലൈൻ. അവരുടെ പ്രൊഡക്റ്റ് ലൈനെ അടിക്കടി മാറ്റിക്കൊണ്ടിരിക്കുന്ന മാനുഫാക്ചറേഴ്സിനാണ് ഫാസ്റ്റ് മോഡൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമാവുക. ഇറ്റ് ഈസ് ഐഡിയൽ ഫോർ ട്രെൻഡി പ്രൊഡക്ട്സ് ഉണ്ട്. ട്രെൻഡ് വരുമ്പോൾ അങ്ങോട്ട് പീക്കിലെത്തും, ആ ട്രെൻഡ് കഴിയുമ്പോൾ തന്നെ അതങ്ങ് എടുത്തു പോവുകയും ചെയ്യുന്ന ടൈപ്പ് പ്രൊഡക്ട്സിനാണ് ഇത് ഹെൽപ്ഫുൾ ആയിട്ട് വരിക. ഇവിടെ in this case the manufacturer who can flood the market before the trend cycle ends is the winner. ഒരു ട്രെൻഡ് സൈക്കിൾ ഉണ്ടാവും, ഒരു പീരിയഡ് ഉണ്ടാവും ആ ട്രെൻഡിന്. ആ ട്രെൻഡ് സൈക്കിൾ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്ത് സെയിൽ ചെയ്യാൻ പറ്റുന്ന മാനുഫാക്ചർ ആവും അവിടെ വിന്നർ ആയിട്ട് വരാം. ഇപ്പോൾ ഒരു ട്രെൻഡി പ്രൊഡക്ട്സ് ഇപ്പം ഒരു ലബൂബു ഡോളൊക്കെ ഉണ്ടല്ലോ, അത് ഇപ്പോൾ ഒരു ട്രെൻഡിങ്ങിൽ വന്നിട്ടുള്ള ഐറ്റമാണ്. അതിന് കുറച്ചു കാലം കഴിയുമ്പോൾ അതിൻ്റെ ട്രെൻഡ് പോവുകയും ചെയ്യും. സോ അത്തരത്തിലൊരു പീക്ക് ടൈമും പിന്നെ അതങ്ങ് എടുത്തു കളയുകയും ചെയ്യുന്ന ടൈപ്പ് മോഡൽ പ്രൊഡക്ട്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നവർക്കാണ് ഈ ഫാസ്റ്റ് മോഡൽ ഐഡിയൽ ആയിട്ട് വരിക. ഇനി ഫ്ലെക്സിബിൾ മോഡൽ പറയുന്നുണ്ട്. സീസണൽ പ്രൊഡക്ട്സിനൊക്കെയാണ് അത് വരിക എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് വർക്ക് ബെസ്റ്റ് ഫോർ ബിസിനസ്സസ് ദാറ്റ് ആർ അഫക്റ്റഡ് ബൈ സീസണാലിറ്റി. ഡ്യൂറിങ് പീക്ക് സീസൺ സം ബിസിനസ്സസ് മേ ഹാവ് മച്ച് ഹയർ ഡിമാൻഡ്
requirements while others may have low volume requirement എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും എന്താണ് നമുക്ക് സീസണൽ പ്രൊഡക്ട്സിനൊക്കെയുള്ള മോഡലിനെയാണ് ഫ്ലെക്സിബിൾ മോഡൽ എന്ന് പറയുന്നത്. ഇനി എഫിഷ്യന്റ് മോഡൽ പറയുന്നുണ്ട് കമ്പനീസ് കോമ്പറ്റിംഗ് ഇൻ ഇൻഡസ്ട്രീസ് വിത്ത് എക്സ്ട്രീംലി ലോ profit margins may seek to gain an advantage by optimizing their supply chain management process. So എന്താണ് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. എഫിഷ്യന്റ് മോഡൽ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസൈൻഡ് ഫോർ ഇൻഡസ്ട്രീസ് ദാറ്റ് ആർ ഹൈലി കോമ്പറ്റീറ്റീവ് ആൻഡ് വെർ എൻഡ് ടു എൻഡ് എഫിഷ്യൻസി ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നുണ്ട്. ഇൻ ഓർഡർ ടു പ്രോപ്പർലി ബർഡൻ ദ സ്വെറ്റ് മെഷീനറി അസറ്റ്സ് ദിസ് മോഡൽ ഹെവിലി റിലേറ്റ്സ് ഓൺ പ്രൊഡക്ഷൻ ഫോർകാസ്റ്റിംഗ്. ദ എഫിഷ്യന്റ് മോഡൽ ഈസ് ഓൾസോ ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ കമ്മോഡിറ്റി ആൻഡ് റോ മെറ്റീരിയൽ പ്രൈസസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് എഫിഷ്യന്റ് മോഡൽ എന്നാണ് പറയുന്നത്. ഇവിടെ എക്സ്ട്രീംലി കോമ്പറ്റിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസിനാവും എഫിഷ്യന്റ് മോഡൽ ആപ്റ്റ് ആയിട്ട് വരിക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കസ്റ്റം മോഡലാണ്. ഇപ്പം മേലെ പറഞ്ഞിട്ടുള്ള 5 മോഡലിലും പെടാത്ത രീതിയിൽ വരുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് റിക്വയർമെന്റ്സ് ആണ് നമുക്ക് ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ അതിനെയാണ് കസ്റ്റം മോഡൽ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഓൾവേസ് ടേൺ ടു എ കസ്റ്റം മോഡൽ. ദിസ് ഇസ് ഫ്രീക്വൻലി ദ കേസസ് ഹൈലി സ്പെഷ്യലൈസ്ഡ് ഇൻഡസ്ട്രീസ് വിത്ത് ഹൈ ടെക്നിക്കൽ റിക്വയർമെന്റ്സ് such as car manufacturers. അതായത് നല്ല ടെക്നിക്കൽ റിക്വയർമെന്റ്സ് വേണ്ടി വരുന്ന കസ്റ്റം മെയ്ഡ് പ്രൊഡക്ട്സ് കൊടുക്കേണ്ടിയൊക്കെ രീതിയിൽ വരുന്ന ടൈപ്പ് പ്രൊഡക്ട്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരം മാനുഫാക്ചറേഴ്സിനാണ് കസ്റ്റം മോഡൽ ഐഡിയൽ ആയിട്ട് വരിക. സോ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ള മോഡൽസ് അല്ലെങ്കിൽ എന്താണ് ടൈപ്സ് ഓഫ് സപ്ലൈ ചെയിൻ മോഡൽസ് പറയുന്നത്. ഓക്കെ, ഇനി സപ്ലൈ ചെയിൻ ചലഞ്ചസ് ആണ്. അതായത് എന്തൊക്കെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ചലഞ്ചസ് എന്ന് പറയുമ്പോൾ റൈസിങ് കോസ്റ്റ്, മൾട്ടിപ്പിൾ ചാനൽസ് ടു മാർക്കറ്റ്, കൺസ്യൂമർ എക്സ്പെക്ടേഷൻ, റിസ്ക് ഫാക്ടേഴ്സ്, വോളാറ്റിലിറ്റി ഒക്കെയാണ് കാര്യമായിട്ടും വരുന്ന എന്താണ് സപ്ലൈ ചെയിൻ ചാലഞ്ചസ് റിസ്ക്സ് ആയിട്ട് പറയുന്നത്. ഇനി ESCM ആണ്, ഇലക്ട്രോണിക് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് വിത്ത് ഇ-കൊമേഴ്സ് SCM ബിക്കംസ് ഫാസ്റ്റർ, ചീപ്പർ ആൻഡ് മോർ കൊളാബറേറ്റീവ്, ഫോമിംഗ് ദ ചെയിൻ. സോ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് പ്രോസസ്സിനൊക്കെ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ഫാസ്റ്റർ ആയിട്ടും ചീപ്പർ ആയിട്ടും കൂടുതൽ കൊളാബറേറ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമെന്നാണ് ESCM-ൽ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു യൂണിറ്റിൽ നമുക്ക് കാര്യമായിട്ടും പറയാനുള്ളത് ഈ സപ്ലൈ ചെയിൻ കോമ്പണൻസ് ആണ്. നമ്മൾ സപ്ലൈ ചെയിൻ കോമ്പണൻസ് പറഞ്ഞു. ഇനി ഇലക്ട്രോണിക് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന്റെ കോമ്പണൻസ് പറയുമ്പോൾ ഫസ്റ്റ് വൺ അഡ്വാൻസ്ഡ് ഷെഡ്യൂളിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് പ്ലാനിംഗ് പ്രോഗ്രാം ആണ്. അതായത് ദിസ് ഓട്ടോമേറ്റഡ് പ്രോഗ്രാം പ്രൊവൈഡ്സ് ഡീറ്റെയിൽഡ് കോർഡിനേഷൻ ഓഫ് ഓൾ മാനുഫാക്ചറിംഗ് ആൻഡ് സപ്ലൈ എഫേർട്സിനൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടൊന്ന് എന്താണ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ഷെഡ്യൂളിംഗ് സാധ്യമാവുന്നുണ്ട്. ദെൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് പ്രോഗ്രാംസ്, നമുക്ക് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് സപ്പോർട്ട്സ് എ റേഞ്ച് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആൻഡ് ബിസിനസ് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് പ്രോഗ്രാം, ഡിസ്ട്രിബ്യൂഷൻ പ്ലാനിംഗ് പ്രോഗ്രാം, അതുപോലെ ഓർഡർ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ലിങ്ക്ഡ് ടു ഓൾ ദി അതർ മൊഡ്യൂൾസ് സോ ദാറ്റ് അക്യുറേറ്റ് ഡെലിവറി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ക്യാൻ ബി ഗ്യാരണ്ടീഡ്. അതായത് നമുക്കൊരു കമ്മിറ്റഡ് ഡെലിവറി സാധ്യമാക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ കോമ്പണൻസ് ആയിട്ട് വരുന്നത്. ഇനി മറ്റൊരു ടേം ഇതിൽ വരുന്നത് ഈ പ്രൊക്യൂർമെന്റ് ആണ്. ഇറ്റ് ഇസ് ദ ഓൺലൈൻ പ്രോസസ് ഓഫ് ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് മെയിൻലി ഇൻ ബിസിനസ് ടു ബിസിനസ് ഡീൽസ്. അതായത് ബിസിനസ് B2B ഡീൽസിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺലൈനായിട്ട് പ്രൊക്യൂർ ചെയ്യുന്നതിന്, ഇലക്ട്രോണിക് ആയിട്ട് പ്രൊക്യൂർ ചെയ്യുന്നതിനാണ് ഈ പ്രൊക്യൂർമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ക്ലോസ്ഡ് സിസ്റ്റം ഫോർ രജിസ്റ്റേർഡ് യൂസേഴ്സ് ഓൺലി, ഹാൻഡ്ലിംഗ് ബിഡ്സ്, പർച്ചേസ് ഓർഡേഴ്സ് ആൻഡ് ഇൻവോയ്സസ്. ഇതൊരു ഓപ്പൺ ഇ-കൊമേഴ്സ് ആണ്. ഓപ്പൺ ഇ-കൊമേഴ്സ് അല്ല, ഈ ഓപ്പൺ ഇ-കൊമേഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. നമ്മുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് ആർക്കും ചെന്ന് അക്കൗണ്ട് ഉണ്ടാക്കാൻ, ലോഗിൻ ചെയ്യാം, പർച്ചേസും സെയിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഈ പ്രൊക്യൂർമെന്റിലേക്ക് വരുമ്പോൾ B2B ട്രാൻസാക്ഷൻസ് ആയതുകൊണ്ട് തന്നെ രജിസ്റ്റേർഡ് യൂസേഴ്സിനായിരിക്കാം ഇതിലെന്താണ് ബിഡ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനും ഓർഡേഴ്സ്, ഇൻവോയ്സസ്, പരിപാടികൾ, എല്ലാ കാര്യങ്ങളും രജിസ്റ്റേർഡ് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം. സോ ഇറ്റ്സ് എ ക്ലോസ്ഡ് സിസ്റ്റം അൺലൈക്ക് ഓപ്പൺ ഇ-കൊമേഴ്സ്. ഓപ്പൺ ഇ-കൊമേഴ്സ് പോലെ അല്ല, ഇറ്റ്സ് എ ക്ലോസ്ഡ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ പ്രൊക്യൂർമെന്റിന്റെ സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓൺലൈൻ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ, ഇൻഫോമിംഗ്, ദെൻ ഓൺലൈൻ സോഴ്സിംഗ്, സോഴ്സിംഗ്,
ഓൺലൈൻ ടെൻഡറിങ്, ഇ ടെൻഡറിങ്, ഓൺലൈൻ ഓപ്ഷനിങ് ആണ്. ഈ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെറ്റിംഗ് കോൺട്രാക്ട് ടേംസ് ആൻഡ് നെഗോഷിയേറ്റിംഗ് പ്രൈസസ് ഓഫൻ ത്രൂ റിവേഴ്സ് ഓപ്ഷൻ വെർ സപ്ലയേഴ്സ് കോമ്പീറ്റ് ബൈ ലോവറിംഗ് പ്രൈസസ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷനും റിവേഴ്സ് ഓപ്ഷനും ഒക്കെ. സോ ഈ ഓപ്ഷനിങ് പറയുന്നുണ്ട്. ദെൻ ഓൺലൈൻ ഓർഡറിംഗ്, ഇതാണ് ഇതിന്റെ സ്റ്റെപ്പ് വരുന്നത്. പ്ലേസിംഗ് ആൻഡ് അപ്രൂവിംഗ് ഓർഡേഴ്സ്, റിസീവിംഗ് ഗുഡ്സ് ആൻഡ് സ്റ്റോറിംഗ് കോൺട്രാക്ട്സ് ഇൻ ഡിജിറ്റൽ കാറ്റലോഗ് ഫോർ ഫ്യൂച്ചർ യൂസ് എന്നുള്ള രീതിയിൽ 5 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? ഈ ഇൻഫോമിംഗ്, ഈ സോഴ്സിംഗ്, ഈ ടെൻഡറിംഗ്, ഈ ഓപ്ഷനിങ് ആൻഡ് ഈ ഓർഡറിംഗ്. ഇതാണ് ഈ പ്രൊക്യൂർമെന്റിന്റെ സ്റ്റെപ്സ്. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ഇ പ്രൊക്യൂർമെന്റ് നോക്കുകയാണെങ്കിൽ ട്രാൻസ്പെറൻസി ഓഫ് ഇൻഫർമേഷൻ, കോസ്റ്റ് സേവിംഗ്, ഓട്ടോമേഷൻ, ഫാസ്റ്റർ സൈക്കിൾസ്, ബെറ്റർ ഇൻവെന്ററി കൺട്രോൾ, അതുപോലെ സ്ട്രീംലൈൻഡ് ഓപ്പറേഷൻസ് ആൻഡ് വൈഡർ ചോയ്സസ് എന്നൊക്കെ ഉള്ളതാണ് ഈ പ്രൊക്യൂർമെന്റിന്റെ ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി ഇവിടെ ബെനിഫിറ്റ്സ് ഓഫ് ഇ പ്രൊക്യൂർമെന്റ് എമംഗ് ബയേഴ്സ് ആൻഡ് സപ്ലയേഴ്സ് എന്ന് പറയുന്നുണ്ട്. ബയേഴ്സിന്റെ വ്യൂ പോയിന്റിലും സപ്ലയേഴ്സിന്റെ വ്യൂ പോയിന്റിലും എങ്ങനെയാണ് ഈ പ്രൊക്യൂർമെന്റിന്റെ ബെനിഫിറ്റ്. സോ കോസ്റ്റ് റിഡക്ഷന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ബയേഴ്സിനും സപ്ലയേഴ്സിനും ഈക്വലി ഇത് ബെനിഫിഷ്യൽ ആണ്. ബയേഴ്സിനെ സംബന്ധിച്ച് എന്താണ്? അവരുടെ ബൈങ് കുഡ് റിസൾട്ട് ഇൻ നെഗോഷിയേറ്റഡ് യൂണിറ്റ് കോസ്റ്റ് റിഡക്ഷൻസിനൊക്കെ സാധിക്കുന്നുണ്ട്. സപ്ലയറെ സംബന്ധിച്ച് റെഡ്യൂസ്ഡ് കോംപ്ലക്സിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബേർഡൻ ഒക്കെ കുറക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇന്റേണൽ ഫോക്കസ് ആണെങ്കിലും ഇവിടെ ബയേഴ്സിനെ സംബന്ധിച്ച് എഫിഷ്യന്റ് പ്രോസസ് ത്രൂ റെഡ്യൂസ്ഡ് ലീഡ് ടൈംസ് ആൻഡ് ബെറ്റർ റിസോഴ്സ് യൂസേജ്, ഇംപ്രൂവ്ഡ് വിസിബിലിറ്റി. ഇനി സപ്ലയേഴ്സിന്റെ ഭാഗത്താണെങ്കിലും പർച്ചേസിംഗ് പ്രോസസ്സ് വിസിബിൾ ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഓൾസോ ഈസിയർ ഫോർ ദ സപ്ലയർ ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ്സ് മനസ്സിലാക്കാനും. അതുപോലെ ദ സ്റ്റെപ്പ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് എക്സ്റ്റേണലി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി സപ്ലയർ റിലേഷൻഷിപ്പ് ആണെങ്കിലും ബയറിന്റെ ഭാഗത്തിൽ നിന്നും ക്ലിയർ instructions and an automated checklist could also prevent error in tenders and thus prevent appeals. അതായത് ടെൻഡേഴ്സിലൊക്കെയുള്ള എറേഴ്സും അപ്പീൽസ് ഒക്കെ അതുവഴി നമുക്ക് കുറക്കാൻ പറ്റും. ഈ പ്രൊക്യൂർമെന്റ് ഇതിനൊക്കെ പ്രൊക്യൂർമെന്റ് എല്ലാ പ്രോസസ്സിനെയും ഇലക്ട്രോണിക് വൽക്കരിക്കുന്നതിലൂടെ. ഇനി അതുപോലെ സപ്ലയേഴ്സിനാണെങ്കിലും 1 person responsible for tendering and through the whole lifespan of a contract which could develop trust and cooperation in the relationship. സപ്ലയേഴ്സിനെ സംബന്ധിച്ചും ബയേഴ്സ് ആയിട്ട് ട്രസ്റ്റും റിലേഷൻഷിപ്പും ഒക്കെ ലോയൽറ്റി ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സോ ബയേഴ്സിന്റെ സൈഡിലും സപ്ലയേഴ്സിന്റെ സൈഡിലും ഈ പ്രൊക്യൂർമെന്റ് വളരെ ബെനിഫിഷ്യൽ ആണെന്നുള്ളത് മനസ്സിലാക്കുക. സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ SCM സപ്ലൈ ചെയിൻ മാനേജ്മെന്റും അതിന്റെ ബെനിഫിറ്റ്സും കോമ്പണൻസും ടൈപ്സും മോഡൽസും ഈ പ്രൊക്യൂർമെന്റ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ താങ്ക് യു ഓൾ, ഹാവ് എ നൈസ് ഡേ.